Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ളൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ: ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ, receiver and communication channel, transmitter and communication channel, transmitter, communication channel and receiver. നമുക്കറിയാം ഓപ്ഷൻ ഡി is the right answer. കാരണം നമുക്കൊരു ഡേറ്റ അല്ലെങ്കിൽ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു സോഴ്സ് വേണം അല്ലെ, അതിനെ ട്രാൻസ്മിറ്റർ എന്ന് പറയാം. അതുപോലെ നമുക്കൊരു പാത്ത് അല്ലെങ്കിൽ ഒരു മീഡിയ വേണം, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം വേണം നമുക്ക്, അതാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത്. Then അത് റിസീവ് ചെയ്യാനായിട്ട് ഒരു ഭാഗം വേണം അല്ലെ, അതാണ് റിസീവർ. അപ്പൊ ഈ ഒരു 3 എലമെന്റ്സ് ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എന്തൊക്കെയാണ്? ട്രാൻസ്മിറ്റർ, കമ്മ്യൂണിക്കേഷൻ ചാനൽ ആൻഡ് റിസീവർ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is the example of point to point communication mode? Point to point communication mode ന് വരുന്ന എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ point to point എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഒരു സിംഗിൾ ട്രാൻസ്മിറ്ററും ഒരു സിംഗിൾ റിസീവറും മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അതാണ് point to point communication എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കൂ: റേഡിയോ, ടെലിവിഷൻ, ടെലിഫോണി, all of these. അപ്പൊ നമുക്കറിയാം റേഡിയോ എന്ന് പറയുന്നത് പോയിന്റ് ടു പോയിന്റ് അല്ല അല്ലെ, ഒരു ട്രാൻസ്മിറ്റർ ആണെങ്കിലും റിസീവർ എന്ന് പറയുന്നത് n നമ്പർ ഓഫ് റിസീവേഴ്സ് ആണ്, അതൊരു ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. അതേപോലെ ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു n നമ്പർ ഓഫ് റിസീവേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. പക്ഷേ ടെലിഫോണി എങ്ങനെയാണ്? പോയിന്റ് ടു പോയിന്റ് ആണ്, ഒരു ട്രാൻസ്മിറ്റർ ആയിരിക്കും, ഒരു റിസീവർ ആയിരിക്കും. സോ നമുക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ടെലിഫോണി ആണ് നമുക്ക് വരുന്ന പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷന് വരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a transducer? ഒരു ട്രാൻസ്ഡ്യൂസർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? It is a device which is used for the converting an energy form in one form to another form. അല്ലെ, ഒരു ഫോമിലുള്ള എനർജിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ നോക്കൂ: ലൗഡ് സ്പീക്കർ, ആംപ്ലിഫയർ, മൈക്രോഫോൺ, ഓസിലേറ്റർ അല്ലെ. സോ ഓപ്ഷൻ ബി ആംപ്ലിഫയർ ആണ് നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ അല്ലാത്തത് തന്നിരിക്കുന്നത്. നോക്കൂ, ലൗഡ് സ്പീക്കർ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. മൈക്രോഫോണും അതുപോലെ തന്നെയാണ്. പക്ഷെ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് കൺവേർട്ടിങ്, ഇറ്റ് വിൽ ഇൻക്രീസ് അല്ലെ. ആ ഒരു ആംപ്ലിറ്റ്യൂഡിനെ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിന്റെ സ്ട്രെങ്ത്തിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആംപ്ലിഫയർ ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസ്ഡ്യൂസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. The loss of strength of a signal while propagating through a medium is known as. ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ സിഗ്നലിൽ ഉണ്ടാകുന്ന സ്ട്രെങ്ത്തിൽ ഉണ്ടാകുന്ന ലോസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഒരു സിഗ്നൽ സ്ട്രെങ്ത് ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഓപ്ഷൻസ്: റിസപ്ഷൻ, അബ്സോർപ്ഷൻ, ട്രാൻസ്മിഷൻ, അറ്റുനേഷൻ. ഓപ്ഷൻ ഡി is the right answer. അറ്റുനേഷൻ എന്നാണ് പറയുന്നത്. സിഗ്നൽ സ്ട്രെങ്ത്തിൽ ഉണ്ടാകുന്ന ലോസിനെ പറയുന്നതാണ് വൈ പ്രൊപ്പഗേറ്റിംഗ്. ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ സിഗ്നൽ സ്ട്രെങ്ത്തിൽ ഉണ്ടാകുന്ന ലോസിനെ പറയുന്നതാണ് അറ്റുനേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മോഡം is a device which performs. മോഡം എന്ന് പറയുന്നത് എന്താണ് പെർഫോം ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മോഡുലേഷൻ, ഡിമോഡുലേഷൻ, റെക്ടിഫിക്കേഷൻ, മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ. നമുക്കറിയാം മോഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫുൾ ഫോം തന്നെ മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ എന്നാണ്. അപ്പൊ മോഡുലേഷനും പെർഫോം ചെയ്യും, ഡിമോഡുലേഷനും പെർഫോം ചെയ്യും. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി, മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ. The device which is a combination of a receiver and transmitter. ഒരു ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവറിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഡിവൈസിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ്: ആംപ്ലിഫയർ, റിപ്പീറ്റർ, ട്രാൻസ്ഡ്യൂസർ, മോഡുലേറ്റർ. ഓപ്ഷൻ ബി is the right answer. റിപ്പീറ്റർ ആണ് ആൻസർ അല്ലെ. ഒരു റിപ്പീറ്ററിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഒരു റിസീവറും ട്രാൻസ്മിറ്ററിനും കമ്പൈൻഡ് ആയിട്ട് നിൽക്കുന്നത് ഏതിലായിരിക്കും? റിപ്പീറ്ററിലാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ലാർജ് ബാൻഡ്വിഡ്ത്ത് for higher data rate is achieved by using. ഹയർ ഡേറ്റ റേറ്റിന് ലാർജ് ബാൻഡ്വിഡ്ത്ത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹൈ ഫ്രീക്വൻസി കരിയർ വേവ്, ഹൈ ഫ്രീക്വൻസി ഓഡിയോ വേവ്, ലോ ഫ്രീക്വൻസി കരിയർ വേവ്, ലോ ഫ്രീക്വൻസി ഓഡിയോ വേവ്. Option A is the right answer. By using high frequency carrier wave, we can obtain or we can achieve large bandwidth for higher data rate. ഹയർ ഡേറ്റ റേറ്റിൽ നമുക്ക് ലാർജ് ബാൻഡ്വിഡ്ത്ത് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ കരിയർ വേവിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി കരിയർ വേവ് നമുക്ക് യൂസ് ചെയ്യണം. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ.
In a video signal for transmission of picture, what value of bandwidth is used in communication system? ഒരു വീഡിയോ സിഗ്നലിലെ പിക്ചർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഏത് ബാൻഡ്വിഡ്ത്ത് അല്ലെങ്കിൽ ഏത് റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഏത് വാല്യൂലുള്ള ബാൻഡ്വിഡ്ത്ത് ആണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 2.4 MHz, 4.2 MHz, 24 MHz, 42 MHz. Option B is the right answer. It is 4.2 MHz ലുള്ള ബാൻഡ്വിഡ്ത്തിലുള്ള സിഗ്നൽ അല്ലെങ്കിൽ ബാൻഡ്വിഡ്ത്ത് ആണ് നമ്മൾ ഒരു വീഡിയോ സിഗ്നൽ പിക്ചർ ട്രാൻസ്മിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 4.2 MHz ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which of the following is an example of broadcast mode of communication? Broadcast mode of communication ൽ വരുന്ന ഏത് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. റേഡിയോ, നമുക്കറിയാം റേഡിയോ ഇറ്റ് ഈസ് എ ബ്രോഡ്കാസ്റ്റ് മോഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, ഒരു ട്രാൻസ്മിറ്ററും മൾട്ടിപ്പിൾ റിസീവറുമാണ്, അതാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെലിവിഷൻ അല്ലെ, നമുക്ക് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു കേബിൾ ടിവിയിൽ കണക്ഷൻ എടുത്ത് നമുക്ക് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അവിടെ നമുക്ക് സോഴ്സ് ഒരെണ്ണമായിരിക്കും, പക്ഷെ റിസീവ് ചെയ്യുന്നത് n നമ്പർ ഓഫ് ആരൊക്കെ ടെലിവിഷൻ ആരൊക്കെ ടി വി ഉണ്ട് അവരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. പക്ഷെ മൊബൈൽ എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് അല്ല, കാരണം 1-to-1 കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഇപ്പൊ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് എ broadcast, that is not a broadcasting or that is not a broadcast mode of communication. So option A യും B യും ആണ് വരുന്നത്. So option D is the right answer. Both A and B ആണ് വരുന്നത്. Okay. ഇപ്പൊ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്, ലാർജ് നമ്പർ ഓഫ് റിസീവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. Okay. FM broadcast is preferred over AM broadcast because AM broadcastനേക്കാൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് FM broadcast ആണ്. എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ലെസ് നോയ്സി, എഫ്എമ്മിന് നോയ്സ് വളരെ കുറവാണ്, അത് റൈറ്റ് ആണ്. റിപ്രൊഡക്ഷൻ ഈസ് മച്ച് ബെറ്റർ ഓഫ് ക്വാളിറ്റി, മച്ച് ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്കത് റിപ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് മോർ നോയ്സി, ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. എഫ് എം എന്ന് പറയുന്നത് നോയ്സ് കൂടുതലല്ല, കുറവാണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ആർ ദി റൈറ്റ് ആൻസർ. ഓക്കെ. ഫോർ ബേസ് സ്റ്റേഷൻ ടു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ദ റിക്വയർഡ് ഫ്രീക്വൻസി ബാൻഡ് ഈസ്, ഒരു ബേസ് സ്റ്റേഷനിൽ നിന്നും മൊബൈൽ കമ്മ്യൂണിക്കേഷനിലേക്ക് ആവശ്യമായ ഫ്രീക്വൻസി ബാൻഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. 540-1600 kHz, 200-325 MHz, 5.9 to 6.42 and 840-935 MHz. Option D is the right answer. ഒരു ബേസ് സ്റ്റേഷൻ ടു മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ ആവശ്യമായ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്? 840-935 MHz. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Ground waves have wavelength. Ground waves ഉണ്ടാവുന്ന wavelength എത്രയാണെന്ന് നോക്കൂ. It is B ആണ്, because it has greater than the sky waves. Sky waves നേക്കാൾ greater ആയിട്ടുള്ള ഒരു wavelength ആണ് നമുക്ക് ground waves നുള്ളത്. Okay, ground waves have the wavelength which is greater than that of the sky waves. Option B ആണ് right answer. The mode of propagation used by short wave broadcast service. Short wave broadcast service ൽ യൂസ് ചെയ്യുന്ന mode of propagation ഏതാണ്? Options: space wave, sky wave, ground wave, both A and B. Option B is the right answer. Sky wave type അല്ലെങ്കിൽ sky wave mode propagation is used for the short wave broadcast service. Option B ആണ് right answer. The waves that are bent down by the ionosphere. Ionosphere കാരണം bent down ആകുന്ന waves ഏതാണ്? Ground waves, surface waves, space waves, sky waves. Option D is the right answer. Sky waves ആണ് bent down ആകുന്നത് by the ionosphere കാരണം. Option D ആണ് right answer. A receiver in line of sight communication cannot receive direct waves due to, ഒരു line of sight communication ഉള്ള ഒരു റിസീവറിന് ഡയറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? വേവ്സിനെ ഡയറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി കർവേച്ചർ ഓഫ് എർത്ത്. എർത്തിന്റെ കർവേച്ചർ കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല വേവ്സിനെ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. In frequency modulation, the amplitude of modulate wave varies with the frequency of carrier wave. The frequency of modulated wave varies with the amplitude of modulating wave. The amplitude of modulating wave varies with the amplitude of carrier wave. The frequency of modulated wave varies as the frequency of modulating wave. അല്ലെ, ഒരു മോഡുലേറ്റിംഗ് വേവിന്റെ ഫ്രീക്വൻസിക്ക് ബേസ് ചെയ്തിട്ട് ഒരു ഫ്രീക്വൻസി ഓഫ് മോഡുലേറ്റഡ് വേവ് വേരി ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ, FM എന്നുള്ളത് പറയാം അല്ലെ.
മോഡുലേറ്റഡ് വേവിനെ പറയുന്നതാണ് കരിയർ വേവ് എന്ന് പറയുന്നത് അല്ലെ. മോഡുലേറ്റിംഗ് വേവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രീക്വൻസി സിഗ്നൽ ആണ് നമുക്ക് വരുന്നത് മോഡുലേറ്റഡ് വേവ്സ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് എന്ന് പറയുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻ FM എന്ന് പറയുന്നത്. ഓഡിയോ സിഗ്നൽസ് cannot be transmitted because ഓഡിയോ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഡി ആണ് റൈറ്റ് ആൻസർ. The transmitting antenna length is very large and impracticable. നമുക്കൊരു ഓഡിയോ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? ആന്റിനയുടെ ട്രാൻസ്മിറ്റിംഗ് ആന്റിന എന്ന് പറയുന്നത് വളരെ വലുതും അതുപോലെ തന്നെ അത് ഇംപ്രാക്ടിക്കൽ ആണ് അല്ലെ, ഇംപ്രാക്ടിക്കബിൾ ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നാണ് നമുക്ക് പറയുന്നത്. The modulation in which pulse duration varies in accordance with the modulating signal. Modulating signal അനുസരിച്ച് pulse duration vary ആകുന്നുണ്ടെങ്കിൽ that types of modulation is known as pulse width modulation. Pulse duration vary ആകുന്നുണ്ടെങ്കിൽ pulse width modulation. PAM എന്ന് പറഞ്ഞാൽ എന്താണ്? Pulse amplitude modulation. PPM pulse position modulation. PCM pulse code modulation. And PWM is the pulse width modulation. Width vary ആവുന്നുണ്ടെങ്കിൽ that is pulse width modulation. Option C ആണ് right answer. Of the following which is preferred modulation scheme for digital communication? Digital communication വേണ്ടിയിട്ട് prefer ചെയ്തിരിക്കുന്ന modulation scheme ഏതാണ്? It is option A is the right answer. Pulse code modulation ആണ്. Digital communication ൽ യൂസ് ചെയ്യുന്നത് pulse code modulation PCM ആണ്. Okay. A signal wave frequency 12 Hz is modulated with a carrier frequency of 2.51 MHz. The upper and lower side band frequencies are respectively. നമുക്ക് carrier wave frequency തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ signal wave frequency തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിന്റെ upper and lower side frequencies ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ അപ്പോൾ VS നമുക്ക് തന്നിട്ടുണ്ട്, that is 12 kHz ഉം VC അതായത് സിഗ്നലിന്റെ ഇത് 12 Hz ഉം carrier wave frequency 2.51 MHz ആണ്. അപ്പോൾ നമുക്ക് അപ്പർ സൈഡ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഈ മെഗാഹെർട്സിനെ ഞാൻ കിലോഹെർട്സ് ആക്കുമ്പോൾ 2510 ആണ് വരുന്നത് പ്ലസ് 12 അപ്പോൾ 2522 കിലോഹെർട്സ് വരുന്നുണ്ട്. ലോവർ സൈഡ് എന്ന് പറയുമ്പോൾ the difference between these two frequencies ആണ്. So that is 2498 kilohertz ആണ്. So option D 2522 kilohertz ഉം അതുപോലെ തന്നെ 2498 kilohertz ഉം ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ വരുന്നത്. A sinusoidal voltage amplitude modulates another sinusoidal voltage amplitude of 2 kV to result in two sidebands, each of amplitude 200 V. The modulation index. Modulation index ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താണ്? mu AC by 2 ആണ്. സോ നമുക്ക് തന്നിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് തന്നിരിക്കുന്നത് 200 ആണ്, രണ്ട് സൈഡും തന്നിരിക്കുന്നത്. സോ 200 is equal to mu into 2 into AC തന്നിരിക്കുന്നത് എത്രയാണ്? വോൾട്ടേജ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ സൈനസോയ്ഡ് വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് തന്നിരിക്കുന്നത് AC that is 2 kV ആണ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ mu into 2000 by 2 that is mu is equal to 200 നമുക്ക് ഡിവിഷനിലേക്ക് വരും അല്ലേ. 200 അല്ല 2 മൾട്ടിപ്ലിക്കേഷൻ മ്യൂയിലേക്ക് പോകുമ്പോൾ 2 into 200 ഡിവൈഡ് ബൈ 2000 വരും അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3 സീറോസ് 3 എണ്ണം പോവില്ല, 2 സീറോസും ഈ 2 സീറോസും ക്യാൻസൽ ചെയ്യാം. then again ഈ 2 ക്യാൻസൽ ചെയ്ത് 1 വരും. സോ നമുക്ക് വരുന്ന ഫൈനൽ ആൻസർ എത്രയാണ്? 0.2 ആണ് അല്ലേ. അതായത് 400 ഡിവൈഡ് ബൈ 2000 ആണ് വരുന്നത്. സോ 0.2 ആണ് വരുന്ന മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which one of the following mode is called a two-way simultaneous communication between two stations? രണ്ട് സ്റ്റേഷൻസുകൾ തമ്മിൽ ഒരു 2-way simultaneous communication നടക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സിംപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ്, നൺ ഓഫ് ദീസ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. ഫുൾ ഡ്യൂപ്ലെക്സിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്? 2-way simultaneous communication. സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്മിറ്ററും ഉണ്ടാകും ഒരു റിസീവറും ഉണ്ടാകും അല്ലെ. ഒരു ഇത് മാത്രമേ ഉള്ളൂ, ട്രാൻസ്മിറ്ററിൽ നിന്ന് നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് എ ടൈം നമുക്ക് ഏതെങ്കിലും ഒരു ചാനലിലേക്ക് മാത്രമേ പറ്റുള്ളൂ. അതായത് ഒരു ടൈം അറ്റ് എ ടൈം നമുക്ക് എയ്തർ ട്രാൻസ്മിഷൻ അതല്ലെങ്കിൽ റിസപ്ഷൻ, ഇത് മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ്. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ റിസീവ് ചെയ്യാനായിട്ടും പറ്റും. സൈമൾട്ടേനിയസ് കമ്മ്യൂണിക്കേഷൻ ആണ്, 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് റൈറ്റ് ആൻസർ തന്നിരിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following remote sensing technique is not used? remote sensing techniques യൂസ് ചെയ്യാത്തത് എവിടെയാണ്? മെഡിക്കൽ ട്രീറ്റ്മെന്റ്, പൊല്യൂഷൻ, wetland mapping, groundwater survey. Option A is the right answer. For medical treatment we are not using the remote sensing technique. Okay. അപ്പോൾ അതായത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതിന്റെ സൈസ്, കളർ, നേച്ചർ, ലൊക്കേഷൻ ഇതിനനുസരിച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അതിന്റെ റെസ്പോൺസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് ഫിസിക്കലി ടച്ച് ചെയ്യാത്ത രീതിയിൽ.
പക്ഷെ നമുക്ക് ചില ലൊക്കേഷൻസിൽ അതുപോലെ തന്നെ ചില ഏരിയസ് ഒക്കെ നമുക്ക് ഇൻആക്സസിബിൾ ആയിരിക്കും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിമോട്ട് സെൻസിങ് ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് സാറ്റലൈറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് വർക്ക് ചെയ്യിക്കുന്നത് അല്ലെ. മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമുക്ക് ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ആണ് അല്ലെ. നമുക്ക് വിത്തൗട്ട് നമുക്കത് യൂസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആണ്. ഓപ്ഷൻ എയില് മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ നമ്മൾ റിമോട്ട് സെൻസിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നില്ല. Identify the incorrect statements from the following. താഴെ തന്നിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? AM dictation is carried out using rectifier and envelope dictator. AM dictation നമുക്ക് ഒരു rectifierും അതുപോലെ envelope dictator യൂസ് ചെയ്ത് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. That is the right statement അല്ലേ. Pulse option denotes the time of rise or fall of the pulse amplitude. അല്ലേ. പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന ആ ഒരു റൈസ് ഓഫ് ഫോൾ ആണ് നമുക്ക് പൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് mu is kept greater than or equal to 1 to avoid distortion. That is a wrong statement. നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കണം, എന്നാലാണ് നമുക്ക് ഡിസ്റ്റോർഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. In telephone system, the load is expressed in the unit of. Telephone system ത്തിൽ ലോഡ് എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? It is option C, erlangsലാണ്. Erlang എന്ന് പറഞ്ഞാൽ എന്താണ്? It is a dimensionless unit that is specifically used in the communications to measure the traffic load per intensity. ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് ട്രാഫിക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ആണ് എയർലൈൻസ് എന്ന് പറയുന്നത്. വൺ എയർലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസിറ്റി ഓഫ് വൺ ട്രാഫിക് യൂണിറ്റ് ഡ്യൂറിംഗ് എ കണ്ടിന്യൂസ് 1 hour പീരീഡ്. ഒരു കണ്ടിന്യൂസ് 1 hour പീരീഡിൽ ഉണ്ടാവുന്ന ഒരു വൺ ട്രാഫിക് യൂണിറ്റിനെയാണ് ഒരു എയർലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.